വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാമേ. ഞാൻ നോക്കുമ്പോൾ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് അങ്ങോട്ട് കുറവാണ്. അതായത് ഞാൻ നോക്കുമ്പോൾ വ്യൂസ് ഒരുപാട് കയറുന്നുണ്ട്, പക്ഷേ ലൈക്ക് അങ്ങോട്ട് ഒട്ടും ഒന്നും കയറുന്നേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് നമ്മുടെ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ വീഡിയോസ് എല്ലാം കുറച്ചും കൂടി ആൾക്കാരുടെ മുന്നിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ ചാനൽ കുറച്ചും കൂടി ഒന്ന് വളർന്നു വരുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ മറന്നു പോകുന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ലൈക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനൽ കൂടുതൽ കാണുന്നത് ബിഗിനേഴ്സാണെന്ന്. അപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. നിങ്ങൾ എന്തായാലും ആ കമൻറ്റിൽ കൂടെ നിങ്ങളുടെ ഡൗട്ടെല്ലാം ചോദിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം. ചിലപ്പോഴൊക്കെ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലെല്ലാം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് സംശയം എന്താണ് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതിയേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന രീതിയിൽ ഞാനതിന് മറുപടി തരാം. പിന്നെ നമുക്ക് കമൻറ്റിൽ കൂടി അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് തന്നെ എഴുതി അങ്ങ് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് വീഡിയോയിൽ കൂടെ തന്നെ പറഞ്ഞാലേ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എൻ്റെ മനസ്സിനൊരു സമാധാനമാണ്. ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. അതായത് നമുക്ക് കമൻറ്റിൽ കൂടി ആകുമ്പോൾ നമുക്ക് അത്രത്തോളം അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പാടായിരിക്കും. അപ്പോൾ വീഡിയോയിൽ കൂടി ആകുമ്പം എനിക്ക് നല്ല രീതിയിൽ അത് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോയ്ക്ക്, അതായത് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന കമൻറ്റിനുള്ള മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും എവിടെയെങ്കിലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതായത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ആ ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. 1 കിലോ കേക്കിന് ഇത്ര അളവ് എന്ന് ഷുഗർ സിറപ്പ് സത്യത്തിൽ അത് പറയാൻ പറ്റില്ല. കാരണം എപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്താലും ഒരേ അളവിലായിരിക്കില്ല നമുക്ക് കേക്കിൻ്റെ ഹൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ലെയറിലും വ്യത്യാസം ഉണ്ടാകും. നല്ല തിക്കായിട്ടുള്ള ലെയറാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കണം. അതേസമയം നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള ലെയറാണെങ്കിൽ കുറച്ച് മാത്രം വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ കേക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഷുഗർ സിറപ്പും കൂടി ആ കേക്കിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഒരു നനവില്ലാതിരിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് കാണൂല. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് കേക്കിൻ്റെ ലെയറിനെ കട്ടി നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യുക, ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാനും പാടില്ല, അതും കൂടി ശ്രദ്ധിക്കണം. ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ ക്രീമൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കൂലേ, ആ സമയത്ത് അധികമായിട്ടുള്ള ഷുഗർ സിറപ്പ് അതിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. എത്ര നമ്മൾ തുടച്ചു കൊടുത്തിരുന്നാലും അത് വീണ്ടും വീണ്ടും ഉള്ളിൽ നിന്ന് അതിങ്ങനെ കേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവൂ. ഇത്രയും നേരം സംസാരിച്ചെങ്കിലും ഈ കേക്കിൻ്റെ വിശേഷങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് കളർ ഇതേപോലെ മിക്സ് ചെയ്ത് അതും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറെ കേക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ക്രീമും കളറും കൂടി നല്ലോണം ഒന്ന് മിക്സായി കുറച്ചും കൂടെ ഡാർക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ച് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ്. ഞാൻ 2-3 കമ്പനിയുടെയൊക്കെ മാറി മാറി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല റെഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിസൈൻ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കി വെച്ചിട്ടുള്ളതായിരുന്നേ. അപ്പോൾ ഈ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ കസ്റ്റമർ എന്നോട് കേക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വെയിറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 kg. പക്ഷേ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വിട്ടുതരുമായിരുന്നു, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നുണ്ടായിരുന്നു. പിന്നെ മാറ്റർ ഒന്നും എഴുതാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് നാളുകൊണ്ട് ഈ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും മാറ്റർ എഴുതാനുണ്ടെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല ഈ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്ററും കൂടി എഴുതി വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനതവിടെ പെൻഡിങ്ങിൽ നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങ് ചെയ്യാമെന്ന്. ഈ ഷേപ്പ് ഞാൻ എപ്പോൾ വരച്ചാലും 2-3 പ്രാവശ്യം വരച്ചിട്ടായിരിക്കും എനിക്ക് ഒരുവിധം ഒന്ന് ശരിയായി കിട്ടുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ആദ്യത്തെ തവണ വരച്ചപ്പോൾ തന്നെ അത് ശരിയായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ പൈപ്പിംഗ് ബാഗിനുള്ളിൽ ക്രീം ആക്കി കൊടുത്തിട്ട് റോസറ്റ നോസലിൻ്റെ ചെറിയ നോസലുണ്ടല്ലോ അതിട്ടാണ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ഷേപ്പ് ഞാൻ ഇത്രയും വലിയ ഷേപ്പറൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഇതേപോലെ സ്ക്വയർ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ടും ഫ്ലവർ ചെയ്ത് കൊടുക്കാം. കളർ മിക്സിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ അതൊന്ന് കയറി കണ്ട് നോക്കിയാൽ മതി.
പിന്നെ ആദ്യം ഞാൻ ഹാർട്ട് ഷേപ്പിൻ്റെ എൻഡിലൊന്ന് ഫ്ലവറെല്ലാം വരച്ചിട്ട് ആ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം അതൊന്ന് ലൈൻ ചെയ്ത് നമുക്ക് ആ ഷേപ്പ് കറക്റ്റാക്കി എടുത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ കർവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു ബോർഡർ ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാം. ഈ ബോർഡർ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, തുടങ്ങുന്നത് എപ്പോഴും ഒന്നുകിൽ ബാക്കിൽ നിന്നോ സൈഡിൽ നിന്നോ ആയിരിക്കണം. ഫ്രണ്ട് വശത്ത് നിന്ന് എന്തായാലും തുടങ്ങുന്നത്, അതായത് കേക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന്. അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ ഇതേപോലെ തുടങ്ങുന്നതും നമ്മൾ അവിടെ തന്നെയാണ് കൊണ്ട് നിർത്തുന്നതും അവസാനം വരുന്നതും. അപ്പോൾ ആ രണ്ടും തമ്മിൽ ഒരു യോജിപ്പുണ്ടാവില്ല. എങ്ങനെയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വന്നാലും അവിടെ ഒരു യോജിപ്പുണ്ടായിരിക്കില്ല. അപ്പോൾ അത് കേക്കിൻ്റെ ഫ്രണ്ട് വശത്താണെങ്കിൽ എടുത്തറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബാക്കിലോ സൈഡിലോ ആണെങ്കിൽ പെട്ടെന്ന് അത് കാണാൻ പറ്റില്ല. മാത്രമല്ല ഒരു പക്ഷേ നമ്മൾ കുറച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ക്രീം തികയാതെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ കളർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആദ്യം ചെയ്ത കളർ തന്നെ കിട്ടണമെന്നില്ല. ഒന്നുകിൽ കുറവോ ചിലപ്പോൾ കൂടുതലോ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ രണ്ട് കളറും രണ്ടായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് ബാക്ക് വശത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തറിയിക്കാത്ത രീതിയിൽ അങ്ങ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ട് വശം നല്ല ഭംഗിക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ബാക്കിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ബാക്കിൽ തന്നെ അത് വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കണേ. പിന്നെ ഇതേപോലെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻറ്റായിട്ടും കൂടി ഒന്ന് അറിയിച്ചേക്കണേ.